ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? നമുക്കിന്നൊരു മത്തൻ വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു വലിപ്പമുള്ള മത്തനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് പഴുത്തതാണ്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറുതായി കട്ട് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള ശർക്കര ഉരുക്കി വെക്കാം. 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് ഞാനിതിലേക്ക് 5 പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഞാൻ 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് വാട്ടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുക്കുക. എന്നിട്ട് കുഴച്ചിങ്ങനെ ഉരുളകളാക്കി ഈ ഒരു ഷേപ്പിൽ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് മൊത്തം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ എല്ലാം ചെയ്തെടുത്തു. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അത് തിളച്ചതിന് ശേഷം ഇപ്പം നമ്മൾ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് അതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മത്തൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഉടച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഞാൻ 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1-ാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാലിലേക്ക് ഈ ഉടച്ചു കൊടുത്തത് ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളപ്പിക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ പൊടിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ നിന്ന് വാർത്തെടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത് അധിക നേരം തിളപ്പിക്കണ്ട. ഒന്ന് ചൂടായതിനു ശേഷം ഓഫ് ചെയ്ത് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. മത്തനുകൊണ്ടുള്ള പായസം റെഡി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്ര ലൂസാണെങ്കിലും തണുത്ത് കഴിയുമ്പോൾ ഉറച്ച് വരും.